يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ബഹുമാനമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ, തഖ്വ ഉള്ളവരായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഇസ്ലാം പുരുഷന്മാർക്കെന്ന പോലെ തന്നെ സ്ത്രീകൾക്കും ധാരാളം സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിന് മുമ്പുള്ള നാട്ടിലേക്ക്, ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങണം. ഇസ്ലാമിന്റെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ദുരാചാരം നമുക്കൊക്കെ അറിയാം. പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ ആ കുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂട്ടും. അത് ഖുർആൻ എടുത്തു പറഞ്ഞത് തന്നെ വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷം അറിയിക്കപ്പെട്ടാൽ. അപ്പൊ ഖുർആന്റെ നിയമപ്രകാരം പെൺകുട്ടി ജനിക്കുന്നത് തന്നെ സന്തോഷമാണ്. അങ്ങനെ അറിയിക്കപ്പെട്ടാൽ ദല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം, മുഖം കറുക്കും. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി, ഈ ഒരു സന്തോഷം കേട്ടാൽ തന്നെ അവനാകെ വെറുത്ത് ജനങ്ങളിൽ നിന്ന് അപമാനം കൊണ്ട് ഒഴിഞ്ഞു നിൽക്കും. അവൻ ചിന്തിക്കും അയുംസിക്കുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്, പിടിച്ചു വെക്കണോ കൊന്നു കളയണോ എന്ന് ചിന്തിക്കും. അലാ സാഅ മാ യഹ്കുമൂൻ, വല്ലാത്തൊരു വിധിയാണ് എന്ന് ഖുർആൻ പറയുന്നു. അതിന്റെയും മുമ്പ് ഗ്രീക്ക് നാഗരികത, സിവിലൈസേഷൻ, ഗ്രീക്ക് സിവിലൈസേഷൻ, അതുപോലെ റോമൻ സിവിലൈസേഷൻ ഒക്കെ ചരിത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത്ര ഹലാറത്ത് അല്ലെങ്കിൽ സിവിലൈസേഷൻ, നാഗരികത ഉണ്ടായിട്ട് കൂടി അവിടേക്ക് ഒരു സ്ത്രീക്ക് എന്താണ് സ്ഥാനമുണ്ടായിരുന്നത് എന്ന് അക്കാലഘട്ടത്തെ ചരിത്രം രേഖപ്പെടുത്തിയത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഫിലോസഫർമാർ സ്ത്രീകൾക്ക് തലച്ചോറുണ്ടോ ഇല്ലേ എന്ന് ആധുനിക എന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പുള്ള ഫിലോസഫർമാർക്ക് വരെ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ ചരിത്രം പരിശോധിക്കണം. സ്ത്രീ എന്ന് പറയുന്നത് തലച്ചോറുണ്ടോ ഇല്ലേ എന്നുള്ളത്. ആരോ പറഞ്ഞു തലച്ചോറിന് വലുപ്പക്കുറവും തലമുടിക്ക് നീളവുമുള്ള ഒരു ജന്തു എന്ന് വർണ്ണിച്ചിട്ടുണ്ട് സ്ത്രീകളെ പല ആളുകൾ. ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല എന്നല്ല. പല വേദഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ തഹരീഫ് എന്നാണ്. കൃത്യമായി അള്ളാഹ് ഇറക്കിയതല്ല, അള്ളാഹ് അങ്ങനെ പറയില്ല. കഴുതനോട് ഉപമിച്ചിട്ടുണ്ട്. പല അടിമത്വത്തിന് പറ്റുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, സ്ത്രീകൾക്കെതിരെ ഏറ്റവും നല്ല പിന്നെ ചെയ്തിയായിരുന്നു സതീ സമ്പ്രദായം. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നൊക്കെ സോഷ്യലിൽ വന്നിരുന്ന ചോദ്യം അതായിരുന്നു, സതീ സമ്പ്രദായം നിർത്തലാക്കിയതാര്? അപ്പൊ നമ്മള് രാജാ റാംമോഹൻ റായ്, വില്യം പ്രഭു, എന്താണെന്നറിയില്ല. നിയമം മൂലം ഇന്നും ഇന്ത്യൻ പീനൽ കോഡിൽ അതുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. കാരണം മതപരമായ ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തിന്റെ പേരിൽ രാജസ്ഥാൻ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ഇന്നും ചില ഗോത്രങ്ങളില് പരിഷ്കാരം ചെന്നിട്ടില്ല, അവർ നടക്കപ്പെടുന്നു എന്നുള്ളതാണ്. വലിയ വിശ്വാസമാണ്. ഭർത്താവ് മരിച്ചാൽ പിന്നെ വേറെ വിവാഹം കഴിക്കാൻ പാടില്ല. ഒന്നുകിൽ ആ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ അവളെ കത്തിക്കണം, അല്ലെങ്കിൽ കുഴിച്ചു മൂടണം. അതാണ് സതി സമ്പ്രദായം എന്ന് പറയുന്നത്. സതിയ ഇതൊക്കെ നടന്നിരുന്നു.
പക്ഷെ ഇസ്ലാം നൽകുന്ന ആനുകൂല്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ വായിച്ചാൽ മനസ്സിലാവും, കുറെ കേട്ടാൽ മനസ്സിലാവില്ല. ശരിക്കും നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ സ്ത്രീകളോടുള്ള അവഗണന വ്യക്തമാവും. ഇപ്പൊ ഈ 4 ആൾക്കാർ പറഞ്ഞ മാതിരിയൊന്നല്ല. ഇപ്പൊ ഇസ്ലാമിനാണ് കുറ്റം. ഇസ്ലാം സ്ത്രീകളെ അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു എന്ന് പറഞ്ഞ് വെറുതെ പ്രചരിപ്പിക്കാം. അപ്പൊ ഞാൻ ആലോചിക്കും, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ നൽകിയത് ഇസ്ലാമാണ്. കൊല്ലരുത്, ജീവിക്കണം. കാരണം മനുഷ്യ സമൂഹത്തിന്റെ പകുതിയിലധികമാണ് ഇന്നത്തെ കണക്ക് പ്രകാരം. അതുകൊണ്ട് അവർ ജീവിക്കണം, അവരാവശ്യമാണ് ഇസ്ലാം പറഞ്ഞു. അപ്പൊ ജീവൻ നൽകിയത് ഇസ്ലാമാണെന്ന് പറയാം. അതേപോലെ തന്നെ പുനർവിവാഹത്തിന് അവകാശം നൽകിയതും ഇസ്ലാമാണ്. ഇന്നും ചില മതങ്ങളൊന്നും അനുവദിക്കണില്ല. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് പുനർവിവാഹത്തിന് അവകാശമുണ്ട്. അവള് ചിതയിൽ ചാടി മരിക്കേണ്ടവളല്ല. ജീവിതകാലം മുഴുവനും ഭർത്താവില്ലാതെ ജീവിക്കേണ്ടവളല്ല. ഇസ്ലാമിന്റെ നിയമമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ അനന്തര സ്വത്തുകളിൽ അവഗണിക്കപ്പെട്ടിരുന്നു അവര്. പക്ഷെ ഖുർആൻ പറഞ്ഞു പറ്റൂല. ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ ഖറബൂൻ. സൂറത്തുൻ നിസാഇന്റെ തുടക്കത്തിൽ കാണാൻ സാധിക്കും. ബന്ധപ്പെട്ടവര് ഒഴിഞ്ഞു പോകുമ്പോ അവരുടെ സ്വത്തിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് അവകാശമുണ്ട്. വലിൻ നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ ഖറബൂൻ. മാതാവും പിതാവും ബന്ധപ്പെട്ടവരും വിട്ടേച്ചു പോകുന്ന സ്വത്തിൽ സ്ത്രീകൾക്കും അവകാശമുണ്ട്. മിമ്മാ കസുറ മിൻഹു മിമ്മാ ഖല്ല മിൻഹു ഔ കസുറ നസീബൻ മഫ്റൂളാ. കുറച്ചാണെങ്കിലും അതിലുണ്ട് അവകാശം, കൂടുതലാണെങ്കിലും അതിൽ അവകാശമുണ്ട് എന്ന്. ആണിന്റെ മുതലാണെങ്കിലും അവകാശമുണ്ട്, പെണ്ണിന്റെ മുതലാണെങ്കിലും അവകാശമുണ്ട്. ഇപ്പൊ ചില മൊയ്ലിയന്മാരൊക്കെ കാണാം, പെണ്ണിന്റെ മുതലാണെങ്കിൽ അതിൽ പൗതി അല്ലാതെ എല്ലാവർക്കും തുല്യമായി ഓരിയക്കണം എന്നൊക്കെ പറഞ്ഞ ചില ഓരിയാളിറ്റിയുള്ള മൊയ്ലിയന്മാർ നടക്കുന്നതാണ്. ആളുകൾ മസാല ചോദിക്കാറുണ്ട്. ഒന്നും ശരിയല്ല. കൃത്യമായി മരിച്ചത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരേ നിയമമാണ്. അപ്പൊ കൃത്യമായി അവകാശമുണ്ട് അനന്തര സ്വത്ത്. മാത്രല്ല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാ അർ-റിജാൽ എന്ന് പറയുന്ന ഒരു അധ്യായമല്ല, പുരുഷന്മാർ എന്ന് പറഞ്ഞ അധ്യായമല്ല. പുരുഷന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാരെ പേരിൽ അധ്യായങ്ങളുണ്ട്. അൻ-നിസാ സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു അധ്യായം പോലും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്ത്രീകളുടെ അവകാശങ്ങളാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അതേപോലെ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒക്കെ സൂറത്തുൻ നിസാ. നിങ്ങൾ ആലോചിച്ചു, ലോകത്ത് പുരുഷന്മാരാവട്ടെ സ്ത്രീകളാകട്ടെ കാഫിറുകൾക്ക് മൊത്തത്തിൽ അള്ളാഹു ഉദാഹരണം പറഞ്ഞത് സ്ത്രീകളെയാണ്, ഒരു പുരുഷനെ അല്ലല്ലോ പറഞ്ഞത്. ഞാൻ ഓതി കേൾപ്പിച്ചത് അതാണ്. ലോകത്തിലെ മൊത്തം മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണം പെണ്ണാണ്. ആണും പെണ്ണൊക്കെ അതിൽ പോയി. ലോകത്തിൽ മൊത്തം അവിശ്വാസികൾക്ക് ഉദാഹരണം പറഞ്ഞതും പെണ്ണാണ്. ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു. അവിശ്വാസികൾക്ക് അല്ലാഹു ഉദാഹരണം പറയാം. ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. അതാണ് കാഫിറുകളായ മനുഷ്യർക്കുള്ള ബാധ്യത, മനുഷ്യർക്കുള്ള മാതൃക. ഇംറഅത നൂഹ് വംറഅത ലൂത്ത്. നൂഹിന്റെ ഭാര്യ, ലൂത്തിന്റെ ഭാര്യ. 2 പെണ്ണുങ്ങളും കുരുത്തം കെട്ട പെണ്ണുങ്ങളായിരുന്നു. അപ്പൊ കുരുത്തക്കേടിന്റെ മാതൃകയായിട്ട് അള്ളാഹു എണ്ണിയത് പെണ്ണിനെയാണ്. തിരിച്ചുപ്പുറം അങ്ങനെ തന്നെ. ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. വിശ്വാസികൾക്ക് മുഴുക്കയും ഉദാഹരണമായി നിൽക്കുന്നത് ആസിയ ഇംറഅത്തു ഫിർഔൻ. മറ്റൊന്ന് മറിയം ഇബ്നത്തു ഇമ്രാൻ. ഇമ്രാന്റെ മകള് മറിയം. അപ്പൊ മറിയമും ആസിയയും, ലൂത്തിന്റെ ഭാര്യയും നൂഹിന്റെ ഭാര്യയും മോശപ്പെട്ടവർക്ക് ഉദാഹരണം. മൊത്തത്തിൽ എല്ലാവർക്കും ആലോചിച്ച് നോക്കൂ. അപ്പൊ പെണ്ണുങ്ങൾക്കൊരു സ്ഥാനം കൊടുക്കാതിരുന്നിട്ടില്ല. അവിടെ ഒരു പുരുഷന്റെ പേര്, എത്ര മോശപ്പെട്ട പുരുഷന്മാരുണ്ടായിട്ടുണ്ട്. ഫിറഔനെ പറഞ്ഞിട്ടില്ല, ഹാമാനിനെ പറഞ്ഞിട്ടില്ല, വേറെ ഒരാളെയും പറഞ്ഞിട്ടില്ല. കുരുത്തം കെട്ട 2 പെണ്ണുങ്ങളെയും വളരെ നല്ല വിശ്വാസികളായ ആത്മാർത്ഥതയുള്ള ദീനീബോധമുള്ള ഇഖ്ലാസുള്ള 2 സ്ത്രീകളെയുമാണ് അല്ലാഹു തആല ഉദാഹരണം പറഞ്ഞത്. അതുകൊണ്ട് ഖുർആൻ കൃത്യമായിട്ട് സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇന്ന് പറയുന്നത് സ്ത്രീ സമത്വവാദികളാണ്.
സമത്വം ആലോചിക്കൂ. ലോകത്തിന്റെ ഒരു തത്വമുണ്ട്, രണ്ട് ഓപ്പോസിറ്റ് ഒന്നാവൂല. ഒരു കാന്തം, അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ആ രണ്ട് ഭാഗവും ഒരിക്കലും ഒന്നിക്കൂല. വിജാതീയ ധ്രുവങ്ങളും സ്വജാതീയ ധ്രുവങ്ങളും ഒക്കെ കുട്ടികൾ പഠിക്കാം. അത് ഒരു രണ്ടും രണ്ടാണ്. ഒരിക്കലും അത് രണ്ടു ഭാഗം ഒരു കാന്തത്തിന്റെ ദണ്ട് അപ്പുറപ്പുറം ഒക്കെ രണ്ടു ഭാഗം കൂടി ഒന്നിക്കാത്ത അവസരം ഒന്നിക്കൂല. വൈരുദ്ധ്യങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കൂല. ഖുർആൻ പറയുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവി ദുലുമാതു വന്നൂർ, ഇരുട്ടും വെളിച്ചും ഒന്നിക്കോ, വലാ യസ്തവിൽ അഅമാ വൽ ബസീർ, അന്ധനും കുരുടനും സമമാണോ? അല്ല. വലാ വലൽ ദുലുമാതു വലൽ ലൈൽ, രാവും പകലും സമമല്ല. ജാഹിലും ആലിമും സമമല്ല, രാത്രിയും പകലും സമമല്ല. വല്ലൈലി ഇദാ യഗ്ഷാ വന്നഹാരി ഇദാ തജല്ല, രാത്രി മൂടിപ്പോകും, പകല് വെളിവാകും. അതേപോലെ തന്നെ വ്യത്യാസങ്ങളുണ്ട്. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് ആ ഒരു വ്യത്യാസത്തോടു കൂടെയാണ്. ബയോളജിക്കലി വ്യത്യാസമുണ്ട്. ഒരാൾ പറഞ്ഞാലും അത് മാറ്റാൻ കഴിയില്ല. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നടന്ന പോലെ അവയവം മാറ്റിയത് കൊണ്ടൊന്നും പെണ്ണ് പെണ്ണല്ലാതിരിക്കൂല. അവയവം മാറ്റിയത് കൊണ്ട് ആണും പെണ്ണും സമമാകൂല. ആണായിട്ട് അവരെ നിൽക്കണം. പിന്നെ എന്താ ഇസ്ലാം പറയുന്നത്? സമത്വമല്ല, സമനീതിയാണ്. തുല്യമായ നീതി ഉണ്ടായിരിക്കണം. അതാണ് ഇസ്ലാം പറയുന്നത്, നടപ്പാക്കുന്നത്. സമത്വം ഒരിക്കലും പറ്റൂല, നടക്കൂല. സമത്വമല്ല, സ്ത്രീ പുരുഷ സമത്വമല്ല, സ്ത്രീ പുരുഷ നീതിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എല്ലാ വിഷയത്തിലും സ്ത്രീകൾക്ക് നീതി നടപ്പാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് നീതി നടപ്പാക്കിയിട്ട് ഏത് വിഷയങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കി, ഇസ്ലാമിലെ ഒരു വ്യത്യാസവും സ്ത്രീകൾക്ക് ആ വിഷയത്തിൽ അല്ലാഹു നൽകിയിട്ടില്ല. തുല്യനീതിയാണ്. കട്ടാൽ ശിക്ഷ കിട്ടും, കൊന്നാൽ ശിക്ഷ കിട്ടും, വ്യഭിചരിച്ചാൽ ശിക്ഷയുണ്ട്. അവിടെ നിന്നും ആണും പെണ്ണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതേപോലെ അമലുസ്സാലിഹാത്ത്, നല്ല കർമ്മങ്ങൾ ചെയ്താൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കൃത്യമായ പ്രതിഫലമുണ്ട്. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസാ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, നല്ല പ്രവർത്തനം ചെയ്താൽ ഒരു വ്യത്യാസമില്ല. മിൻ ദക്കരിൻ ഔ ഉൻസ, ആണ് എന്നോ പെണ്ണ് എന്നോ വ്യത്യാസമല്ല. അതാണ് നീതി എന്ന് പറയുന്നത്. പുരുഷൻ നിസ്കരിച്ചാൽ കൂടുതൽ കൂലി, സ്ത്രീ നിസ്കരിച്ചാൽ കൂടുതൽ കൂലി ഇല്ല. പുരുഷൻ ഹജ്ജ് ചെയ്താൽ കൂടുതൽ കൂലി, സ്ത്രീ ഹജ്ജ് ചെയ്താൽ കൂടുതൽ കൂലി, അല്ലെങ്കിൽ കുറവ് കൂലി, അങ്ങനെയൊന്നുമില്ല. ഖുർആൻ പറയാം, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ അമലുസ് സാലിഹാത്ത് ചെയ്യുക എന്നതാണ് മാനദണ്ഡം. വഹുവ മുഅ്മിനുൻ, വിശ്വാസത്തോട് കൂടിയായിരിക്കണം അമല് ചെയ്യേണ്ടത്. വിശ്വാസത്തോട് കൂടിയായിരിക്കണം അമല് ചെയ്യേണ്ടത്. എന്റെ തെങ്ങിന്റെ ചോട് കളക്കാൻ വേണ്ടി ഞാൻ വിളിച്ച പണിക്കാരൻ എന്റെ വീട്ടിലെ തെങ്ങിന്റെ ചോട് കളക്കണം, എന്നാലേ ഞാൻ കൂലി എടുക്കുള്ളൂ. പിന്നെ ആരെങ്കിലും നിന്നിട്ട് ഓലൊന്നുമില്ലാത്ത സ്വർഗത്തേക്ക് ഞാൻ ഇല്ലാന്ന് വേണ്ടൊന്നും കാര്യമില്ല. അവരാരെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അവരാര് പറഞ്ഞ പണി ചെയ്യണം, അള്ള പറഞ്ഞ പണി ചെയ്യണം. അപ്പോഴേ എന്തുണ്ടാവുള്ളൂ, അള്ള കൂലി കൊടുക്കുള്ളൂ. അതാ വഹുവ മുഅ്മിനുൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അള്ള ചെയ്ത പണി അള്ള പറഞ്ഞ മാതിരി ചെയ്യണം. തെങ്ങിന്റോട് കളക്കാൻ വിളിച്ചിട്ട് ഏതെങ്കിലും തെങ്ങിന്റോട് കളച്ചിട്ട് എന്റെ അടുത്ത് കൂലി വയ്ക്കാൻ വന്നാൽ ഞാൻ കൊടുക്കൂല. എന്റെ ഉത്തരവാദിത്തപ്പെട്ട എന്റെ നിർദ്ദേശപ്രകാരം എന്റെ തെങ്ങും തോട്ടത്തിലെ തെങ്ങ് കളച്ചാലേ ഞാൻ കൂലി കൊടുക്കുള്ളൂ. എന്നിട്ട് മറ്റോന്റെ തെങ്ങിനോട് തെങ്ങല്ലേ കളച്ചത്, തെങ്ങിന്റോടല്ലേ കളച്ചത്, നല്ല മണ്ണാക്കിയില്ലേ, മണ്ണ് നല്ല മറിഞ്ഞില്ലേ, കൂലി കൊടുക്കൂലേ ചോദിച്ചാൽ അത് കൂലിയാവൂല, കൂലി കൊടുക്കൂല, അള്ള കൂലി കൊടുക്കൂല. പിന്നെ അതിന് ആരും ദുഃഖിച്ചിട്ടും വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ വഹുവ മുഅ്മിനുൻ, അത് ഈമാൻ ഉണ്ടായിരിക്കണം. അമലുസ്സാലിഹാത്ത് ചെയ്യുമ്പോ അള്ള കൂലി തരും എന്ന് പറഞ്ഞ അള്ള പറഞ്ഞ അമലുസ്സാലിഹത്ത്, അള്ള പറയുമ്പോഴേ അമലു സാലിഹാവുള്ളൂ, അത് ചെയ്യണം. എന്നാൽ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, അവനെ ഞാൻ നല്ല ജീവിതം ജീവിപ്പിക്കുന്നവർ. ജീവിതത്തിൽ നല്ല മനസ്സമാധാനം ഉണ്ടാവും, കുറെ പണം ഉണ്ടാവുന്നല്ല, നല്ല പണി ചെയ്താൽ അത് മിൻ ദക്കരിൻ വ ഉൻസ, ആണിനും പെണ്ണിനും ഉണ്ടാവും. മാത്രല്ല വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവരുടെ പ്രതിഫലം അവർ ഇവിടെ ചെയ്തതിനേക്കാൾ നന്നായിട്ട് നാളെ പരലോകത്ത് അവർക്ക് നൽകുകയും ചെയ്യും എന്നാണ്. ഫസ്തജാബ ലഹും, ദുആ ചെയ്യുന്നവരെ പറ്റി അല്ലാഹു പറയുന്നു. ഒരു പ്രാർത്ഥിക്കും,
യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബന്നാർ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വിഭാഗം ആളുകളുണ്ട്. സ്വർഗം വേണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു പറയാ ഫസ്തജാബ ലഹും റബ്ബുഹും, റബ്ബ് അവർക്ക് ഉത്തരം ചെയ്തിട്ടുണ്ട്. അന്നീ ലാ ഉളിഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ ബഅലുകും മിൻ ബഅൽ. ഒരൊറ്റ ആളുടെയും പ്രാർത്ഥിച്ചതിന്റെ പ്രതിഫലം ഞാൻ പാഴാക്കി കളയില്ല. ബഅലുകും മിൻ ബഅൽ, നിങ്ങളിൽ ചിലർ നിന്ന് തന്നെയാകുന്നു ചിലർ. അതാണ് ഇസ്ലാമിൽ പറയുന്ന നീതി എന്ന് പറയുന്നത്. ഇത്ര കൃത്യ ആണെന്നെയാണ് പെണ്ണും പെണ്ണെന്നെയാണ് ആണും. ഏത് വിഷയത്തില്? ബയോളജിക്കൽ അല്ല, ഈ വിഷയം പ്രതിഫലം കിട്ടും. മിൻ ദക്കരിൻ ഔ ഉൻസ, ലാ ഉളിഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ ഒരാളുടെയും പ്രതിഫലം ഞാൻ മുടക്കി കളയില്ല, കൊടുക്കും എന്ന് തന്നെയാണ് അല്ലാഹു പറയുന്നത്. ആണ് അധ്വാനിച്ചാൽ ആണിന് പ്രതിഫലം കിട്ടും, പെണ്ണ് അധ്വാനിച്ചാൽ പെണ്ണിന് പ്രതിഫലം കിട്ടും. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇസ്ലാം കൽപ്പിക്കുന്ന നീതി എന്ന് പറഞ്ഞാൽ. ഖുർആനിൽ പറയാം, പുരുഷന്മാരെ പറ്റി കുറെ പറയുമ്പോൾ ചിലപ്പോൾ പെണ്ണുങ്ങൾക്കൊരു സംശയം, അങ്ങനെയാണല്ലോ, ചില ആണുങ്ങൾക്ക് സംശയം ഉണ്ടാവും. എല്ലാം അല്ലാഹു തആല കൊടുക്കുന്നുണ്ട്, പക്ഷെ അല്ലാഹു തആല ചിലത് മുബാലഗത്തിൽ പറയും, സാമാന്യവൽക്കരിച്ചുകൊണ്ട് പറയും. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക ഹുവ അവൻ, അല്ലാഹു അള്ളയാണ്, അഹദ് ഒരുത്തനാണ്. അള്ളാനെ ഹുവ എന്ന് പറയാൻ പറ്റും, അവൻ എന്ന് പറയാൻ പറ്റും, അള്ളാനെ അതിന് അഗ്ലബിയ്യത്ത് എന്ന് പറയും. അല്ല ആണല്ല, അല്ല പെണ്ണല്ല, അങ്ങനെയും പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അവൻ എന്ന് പറയാൻ പറ്റും, അവൾ എന്ന് പറയാൻ പറ്റും? ഇല്ല. അങ്ങനെ ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറയും. അതുകൊണ്ട് ചിലത് പറയും നിങ്ങൾക്ക് ഹൂറികളുണ്ട് സ്വർഗത്തിൽ. അപ്പൊ ആണുങ്ങൾക്ക് തോന്നാല ഹൂറന്മാരില്ലേ, ചിലർ ഹൂറന്മാരില്ലേ, ഹൂറികൾ തന്നെ ഉള്ളൂ, ഹൂറന്മാരും വേണ്ടേ സ്വർഗത്തിൽ ചോദിക്കും. ഉണ്ട്, അത് അഗ്ലബിയ്യത്ത് എന്ന് പറയാം. ഭൂരിപക്ഷം പറയുന്ന രൂപത്തിൽ പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു ഗ്രാമാറ്റിക്കലാണ്, ഗ്രാമറായിട്ട് പറയുന്ന വിഷയങ്ങളാണ്. അങ്ങനെ ചില സംശയം വന്നപ്പോൾ അല്ലാഹു ആയത്തിറക്കുകയാണ് സൂറത്തുൽ അഹ്സാബിൽ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഖാനിതീന വൽ ഖാനിതാത്ത് അസ്സായിമീന വസ്സായിം, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ 10ഓളം എണ്ണി പറയാൻ. അല്ലാഹു പറയാ മുസ്ലിമീന മുസ്ലിമാത്ത്, മുഅ്മിനീന മുഅ്മിനാത്ത്, ഖാനിതീൻ ഖാനിതാത്ത്, സായിമീൻ സായിമാത്ത്, ഖാശിഈൻ ഖാശിആത്ത്, ഹാഫിളീന ഫുറൂജഹും ഹാഫിളാത്ത്, ദാകിരീന അല്ലാഹ കസീറൻ ദാകിറാത്ത്. 10 വിശേഷണങ്ങൾ എണ്ണി പറയാ. ആണിനെ പറഞ്ഞ അതേപോലെ തന്നെ പെണ്ണിനും അല്ലാഹു പറയാ വഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ, അവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും വലിയ പ്രതിഫലവും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ആണും തമ്മിൽ പെണ്ണും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. പിന്നെന്താന്ന് വെച്ചാൽ ചില ഇളവുകൾ ഉണ്ടാകുമെന്ന് ഇസ്ലാമിലെ അറബിക്കില് അല്ലെങ്കിൽ ശരീഅത്തിൽ ഒരു നിയമമുണ്ട്. കുല്ലമാ സാദത്ത് തശ്രീഫു സാദത്ത് തക്ലീഫു, ബഹുമാനവും ശ്രേഷ്ഠതയും കൂടുന്നതനുസരിച്ച് ശറഇലെ വിധികളുടെ ഉത്തരവാദിത്തങ്ങളും കൂടുമെന്നാണ്. അങ്ങനെ തന്നെയല്ലേ ഒരു പ്രസിഡന്റിനുള്ള ഉത്തരവാദിത്തമില്ലേ? നേതൃസ്ഥാനം കൂടുന്നതനുസരിച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടും. വലിയ ആളുകൾക്ക് വലിയ ഉത്തരവാദിത്തം ഉണ്ടാവും. അതുകൊണ്ട് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചില ആനുകൂല്യങ്ങൾ ഉണ്ടാവും പെണ്ണാണ് എന്ന് പരിഗണിച്ചുകൊണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോ സാധാരണക്കാരേക്കാൾ ഉത്തരവാദിത്തം നബിമാർക്കുണ്ട്, സാധാരണക്കാർ ഉത്തരവാദിത്തം നബിമാർക്കുണ്ട്. നബിമാരിൽ തന്നെ ചില നബിമാർക്ക് ചില നബിമാരെക്കാൾ ഉത്തരവാദിത്തമുണ്ട്. അതൊരു ശരീഅത്ത് നിയമമാണ്. അതുകൊണ്ട് ചില ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്ക് കൊടുത്തു എന്നല്ലാതെ ഒരു നിലക്കും അല്ലാഹു തആല പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയാം, ഞാൻ കഴിഞ്ഞ ആഴ്ച ഓതിയ ആയത്തിന്റെ ബാക്കിയതാ, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅലിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. അതാണ് പുരുഷൻ. കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. ഫസ്സാലിഹാത്ത്, നല്ല സ്ത്രീകള്, ഖാനിതാത്തുൻ, അവർ അല്ലാഹുവിനെ ഭയപ്പെട്ട് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, ഭർത്താവിന്റെ അഭാവത്തിൽ അല്ലാഹു സംരക്ഷിച്ചത് സംരക്ഷിക്കുന്നവരാകുന്നു സ്ത്രീകൾ എന്ന്. നല്ല സാലിഹത്തായ പെണ്ണിന്റെ 2 ഉദാഹരണമാണ് അല്ലാഹു പറഞ്ഞത്. 2 കാര്യങ്ങളാണ് അല്ലാഹു തആല പറഞ്ഞത്. ഫസ്സാലിഹാത്തു, സാലിഹത്തായ സ്ത്രീ, 2 കാര്യങ്ങൾ അവൾക്കുണ്ടാവണം. ഒന്ന്, അത് ഖാനിതാത്തു, അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്നവളാവണം എന്നതാണ്. അല്ലാഹ് ആനുകൂല്യം കൊടുക്കുമ്പോ അത് നിയമമാണ്. ഓരോരോ നിയമം ഉണ്ടാവും. എന്തിനാ നിയമം? നിയമം ലംഘിക്കാനുള്ളതല്ല, പാലിക്കാനുള്ളതാണ്. ആ നിയമം പാലിച്ചാൽ അപകടത്തിൽ പെടൂല, പാലിച്ചിട്ടില്ലെങ്കിൽ അപകടത്തിൽ പെടും.
അതുകൊണ്ട് ഖാനിതാത്തുൻ, റബ്ബിനെ അനുസരിച്ച് ജീവിക്കണം. റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥയാണ് ഒരു പെണ്ണ്. ഒരു സംശയവും അതിലില്ല. നിയമങ്ങളാണ്. പെണ്ണിനോട് ഇബാദത്തുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യണം. പെണ്ണ് എന്ന നിലക്ക് മാത്രമായി പ്രത്യേകിച്ച് നബിയുടെ ഭാര്യമാരെ പോലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറ്റുള്ളവരോട് താഴ്ന്നു കൂർന്ന് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല. യാ നിസാ അൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. നബിയുടെ ഭാര്യമാരെ നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല. കാരണം ഇനിത്തഖൈതുന്ന, നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ ഫലാ തഖ്ലഅന ലഹു ബിൽ ഖൗൽ, നിങ്ങൾ അന്യപുരുഷന്മാരോട് ശബ്ദം താഴ്ത്തി കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ചാൽ ഫയതുമ അല്ലദീ ഫീ ഖൽബിഹി മറളുൻ വഖുൽന ഖൗലൻ മഅറൂഫാ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ നിങ്ങളിലേക്ക് അനാവശ്യമായി ചാഞ്ഞു പോകും. അതുകൊണ്ട് മര്യാദക്കുള്ള വർത്താനം പറയണം. പിന്നെ പീഡിപ്പിക്കാൻ വരൂല. ആരെങ്കിലും ഒരാണ് ഫോൺ വിളിക്കേ വഴിയിൽ തടയൊക്കെ ചെയ്താൽ കൊഞ്ചിക്കൊഴിഞ്ഞും കൊണ്ട് ഓനോട് അങ്ങോട്ട് പറഞ്ഞാൽ ഓൻ അങ്ങോട്ട് ചായും. ഉറപ്പല്ലേ? എത്ര സൈക്കോളജിക്കല്ല. പോടാ അവിടെ നിന്ന് മൂത്ത് വെക്കേണ്ട പറഞ്ഞാലോ അവനോട് പോവും. പിന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോവും, കാണൂല. നല്ല കൃത്യമാണ്. അത് നിബന്ധനയാണ്. അള്ളാഹുവിനോട് അടങ്ങി ഒതുങ്ങി ജീവിക്കണം. കുല്ലിൽ മുഅ്മിനീൻ യഗ്ളുന മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളോട് പറയണം കണ്ണ് ചിമ്പി നടക്കണം. വയഹ്ഫദു ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവത്തെ സംരക്ഷിക്കണം. വഖുല്ലിൽ മുഅ്മിനാത്തി, മുഅ്മിനത്തായ സ്ത്രീകളോടും പറയണം യഗ്ളുന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തണം. വയഹ്ഫദന ഫുറൂജഹുന്ന, അവരുടെ ലൈംഗികാവയവത്തെ അവർ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കണം. കാരണം ആ അവയവം, ആ ശരീരം, അത് അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. ഭർത്താവിന് മാത്രമേ അവകാശപ്പെടുള്ളൂ. അതാ ഫസ്സാലിഹാതു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അള്ളാഹു അദൃശ്യത്തിൽ സംരക്ഷിക്കാൻ പറഞ്ഞതിനെ അഭാവത്തിലും ഭർത്താവിന്റെ അഭാവത്തിലും അവൾ സൂക്ഷിക്കുന്നവളാണ്. അള്ളാന്റെ കൽപ്പന അനുസരിക്കും. ഭർത്താവിന്റെ അഭാവത്തിൽ ഭർത്താവിൻ തന്റെ ചാരിത്രത്തെ സംരക്ഷിക്കും. രണ്ട് നിബന്ധനയാണ്. അതാണ് സാലിഹത്തായ പോലെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, മധുവാർക്കാൻ ദുആണല്ലോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. പടച്ചോനെ ദുനിയാവിൽ ഹസനത്ത് തരണേ. എന്താ ദുനിയാവിൽ ഹസനത്ത്? വഫിൽ ആഖിറത്തി ഹസന, പരലോകത്തും ഹസനത്ത് തരണേ. ദുനിയാവിലെ ഹസനത്ത് അൽ മർഅത്തു സ്വാലിഹ. ആ പ്രാർത്ഥനയുടെ അർത്ഥം അതാണ് എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പടച്ചോനെ ദുനിയാവിൽ എനിക്ക് സാലിഹായ ഒരു സ്ത്രീയെ തരണേ എന്നാണ് എൻ്റെ അർത്ഥം. സാലിഹായ ഒരു ഭാര്യയെ തരണം. അത് പോയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഭാര്യ, വണ്ടി, വീടൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് പോയി. അതുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന അൽ മർഅത്തു സ്വാലിഹ വ്യാഖ്യാനിച്ചു. വഫിൽ ആഖിറത്തി ഹസന, പരലോകത്ത് ഹസനത്ത് തരണേ പറഞ്ഞാൽ അൽ ജന്ന, അത് സ്വർഗമാണ്. പരലോകത്ത് സ്വർഗം തരണേ എന്നാണ് പറയുന്നത്. അപ്പോ അല്ലാഹു തആല പറയാം, പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം, നല്ലൊരു പെണ്ണാണ്. വസ്സാലിഹാതു ഖാനിതാത്തുൻ, അല്ലാഹനെ അനുസരിക്കും. അല്ലാഹ് നല്ല നിലക്ക് വസ്ത്രം ധരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഖുൽ യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജി, നബി നിങ്ങളുടെ ഭാര്യമാരോട് പറയണം. വബനാതിക, നിങ്ങളുടെ മക്കളോട് പറയണം. വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ എല്ലാ സ്ത്രീകളോടും പറയണം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടം അവർക്ക് മേലെ താഴ്ത്തിയിടട്ടെ. എന്തിനാണ്? ദാലിക അദ്നാ അയുറഫൻ, അവർ അറിയപ്പെടാൻ അതാണ് നല്ലത്. പർദ്ദങ്ങനിട്ട് പോകുമ്പോ കാണുമ്പോ തന്നെ തോന്നും അതൊരു മുസ്ലിം സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവര് പീഡിപ്പിക്കപ്പെടുകയുമില്ല, ആക്രമിക്കപ്പെടുകയുമില്ല. ഖുർആൻ പറഞ്ഞതാ മാന്യമായി വസ്ത്രം ധരിച്ച് നടന്നാൽ. ഇന്ന് അതാണ് ഫാഷൻ. എല്ലാ തോന്നിയാസം കാട്ടാ ഉപയോഗിക്കുന്നത് ഈ ജിൽബാബാണ്, മൂടുപടമാണ്. അതുകൊണ്ട് അവര് മുഖം അവര് താഴ്ത്തിയിടട്ടെ. അവരുടെ ഹിമാർ, മക്കന, അവരുടെ മക്കന മുഖം മറക്കുന്നത് മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന് ഖുർആൻ പറയാം. എന്തിനാണ്? മാറുമറക്കാൻ. നമുക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെ മാറ് മറക്കാൻ വേണ്ടി സമരം ചെയ്ത ആളുകളാണ്. സമരം വരെ ഇവിടെ നടന്നിട്ടുണ്ട്. മാറുമറക്കുന്നത് തെറ്റായിരുന്നു ഒരു കാലത്ത്. പക്ഷെ ഇപ്പോ സ്ത്രീകൾക്ക് അത് പ്രദർശിപ്പിക്കാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിന്നെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ആകെ പ്രദർശിപ്പിക്കാൻ, ശരീരത്തിന്റെ നിമ്നോന്നതകള്
ഉയർച്ച താഴ്ചകൾ കാണാതിരിക്കാനാണ്. അതുകൊണ്ട് ഔറത്ത് മറക്കുക എന്നാ പറയാം. ഞാൻ പറയലുണ്ട്, ഔറത്ത് പൊതിയാന്നല്ല, പൊതിഞ്ഞാൽ അതിന്റെ രൂപം കാണും. ഈ മൈക്കപ്പ് കൊണ്ട് പൊതിഞ്ഞാൽ ശരിക്കും മൈക്കന്റെ രൂപം നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയല്ല പുരുഷന്റെയും സ്ത്രീയുടെയും ഔറത്ത്, പൊതിയാനുള്ളതല്ല. പുരുഷന്മാരെ തന്നെ ചില പാന്റൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് മറച്ചാലോ, ഒരു തുണി എടുത്ത് ഇങ്ങനെ മറച്ചാലോ നിങ്ങൾക്കിത് കാണാൻ സാധ്യമല്ല, ഇതിന്റെ രൂപം കാണാൻ സാധ്യമല്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ രാത്രി മറവ് ചെയ്യണം, രാത്രി മറവ് ചെയ്യണം. എന്താണ് അലി റളിയല്ലാഹു അൻഹു നടപ്പാക്കി? രാത്രിയാണ്. അങ്ങനെ പലരും ഉപദേശിച്ചിട്ടുണ്ട് കേട്ടോ, പലരും വസിയ്യത്ത് കൊടുത്തിട്ടുണ്ട്, രാത്രി മറവ് ചെയ്യണം. എന്തേന്ന് അറിയോ? സാധാരണ പകലാ മറവ് ചെയ്യേണ്ടത്. ഫാത്തിമ ബീവിക്ക് വലിയ ലജ്ജയായിരുന്നു. അപ്പൊ ഈ മയ്യത്ത് കഫൻ ചെയ്താൽ മയ്യത്ത് പൊതിയ ചെയ്യാ. നമ്മുടെയൊക്കെ ജീവുള്ള പെണ്ണുങ്ങളും നടക്കുന്നത് മയ്യത്ത് പോലെയാണ്, പൊതിഞ്ഞിട്ടാണ്. ജീവുള്ള പെണ്ണുങ്ങൾ നടക്കുന്നത് പൊതിഞ്ഞിട്ടാണ്. പൊതിയേണ്ടത് എപ്പോഴാണ്? മരിച്ചാലാണ്. മരിച്ചാലാ പൊതിയേണ്ടത്. പൊതിഞ്ഞിട്ട് ആണുങ്ങളുടെ മുമ്പിൽ ആണുങ്ങൾ ഏറ്റിക്കൊടുന്ന് ആണുങ്ങളുടെ മുന്നിൽ അവിടെ വെക്കും. ഫാത്തിമാവി പറ, അന്യ ആണുങ്ങള് എന്റെ ശരീരത്തിന്റെ ആകാരങ്ങൾ കാണും, ആകാരം കാണും, ആകൃതി കാണും. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അത്രയധികം ലജ്ജിക്കുന്നു ഞാൻ. ആലോചിക്കും, ഓലൊക്കെ പോണ്ട സ്വർഗത്തേക്ക് പോണ്ട പെണ്ണുങ്ങളെ നമ്മളൊക്കെ പെണ്ണുങ്ങൾ, ഓലൊക്കെ കോലം. അങ്ങനെ അതുകൊണ്ടാണ് ആരും കാണാതെ ആ ഒരു വസിയ്യത്ത് നിറവേറ്റിക്കൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ആരും കാണാതെ രാത്രിയിൽ മയ്യത്ത് ഖബറടക്കിയത് നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ മരിച്ചിട്ട് പോലും എന്റെ ശരീരത്തിന്റെ ആകാരം ആരും കാണരുതേ എന്ന് വിചാരിക്കുന്ന അത്ര മാതൃകയുള്ള അതിന്റെ അനന്തരാവകാശിയായ സ്ത്രീകൾ, സ്വർഗത്തേക്ക് പോകേണ്ട സ്ത്രീകൾ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പ്രത്യക്ഷപ്പെട്ട് ശരിക്ക് ശരീരത്തിന്റെ നിമ്നോന്നതികൾ കാണിച്ചുകൊണ്ടൊക്കെ നമ്മുടെ മക്കളാവാം, നമ്മുടെ മരുമക്കളാവാം, നമ്മുടെ ഭാര്യമാരാവാം, എനിക്കൊരു ലൈക്ക് തരി, എനിക്കൊരു കമന്റ് തരി, എന്നെ ഒന്ന് നോക്കി എന്നൊന്ന് പീഡിപ്പിക്കി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. എന്നിട്ട് പീഡിപ്പിച്ചാ പിന്നെ വേറെ പ്രശ്നം. அவங்க ആലോചിച്ചു, പെണ്ണ് എവിടെയാവണം എന്നുള്ളത്. അത് ഖാനിത്താത്തുൻ. അല്ലാഹ് പറയേണ്ട നബി പറയേണ്ട അവസാന കാലത്ത് കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ടാവുന്നു. വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്. നബി തങ്ങൾ കണ്ടിട്ടേ ഇല്ല അങ്ങനത്തെ ആളുകളെ. അവര് സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കില്ല. അവര് വസ്ത്രം ധരിച്ച നഗ്നകളാകുന്നു എന്നാണ്. 3 കാര്യമാണ്. ഒന്നുകിൽ ഖസീറ, ഷോർട്ട് ഡ്രസ്സുകൾ ധരിക്കും, കൈ വലിപ്പുണ്ടാവില്ല, ഊര വലിപ്പുണ്ടാവില്ല. അതൊക്കെ ഇപ്പൊ ഫാഷൻ. പാന്റ് ഇട്ടിട്ട് എത്തിയോ എത്തിയില്ലേ എന്ന് നോക്കുന്ന ഒരു കുപ്പായാണ് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ പോകുമ്പോൾ ഇടുന്നത്. ഒരു പാന്റ് ഇട്ടിട്ട് വേഷം കെട്ടുക. എന്ത് പറഞ്ഞാലും നമ്മളൊക്കെ ആളുകൾ സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിനെ ചൂഷണം ചെയ്യുന്നത് നമ്മുടെ മുസ്ലിം കുട്ടികളാണ്. എല്ലാ അതിർവരമ്പുകളും പൊട്ടിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഷോർട്സ്, അല്ലെങ്കിൽ നേരിയ വസ്ത്രങ്ങൾ. ശരീരത്തിന്റെ ഇവിടെയൊക്കെ നിറഞ്ഞ കൈ ഫുള്ള് നേരിയ കൈകൾ, അല്ലെങ്കിൽ എവിടേക്കാണോ നേരിയ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ കീറിയ വസ്ത്രങ്ങൾ, നേരിയ വസ്ത്രങ്ങൾ. അതല്ലെങ്കിലോ മോശമായ ശരീരം കാണുന്ന വസ്ത്രം. ഒന്നുകിൽ ഷോർട്ടായ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ നേരിയ വസ്ത്രങ്ങൾ. ഇതൊക്കെ ധരിച്ചിട്ട് ഔറത്ത് മുഴുവൻ കാണിച്ചുകൊണ്ട് പുറത്തിറക്കുന്ന നിസാഉൻ കാസിയാത്ത്, സ്വർഗത്തിന്റെ പരിമളം മുഴുവൻ ആസ്വദിക്കൂല. അപ്പൊ അതുകൊണ്ട് ഒന്നാമത് അള്ളാഹ് പറഞ്ഞത് അനുസരിച്ച് ജീവിക്കണം പെണ്ണുങ്ങൾ എന്നാണ്. അതാണ് സാലിഹത്തായ സ്ത്രീ, ഖാനിത്താത്തുൻ. രണ്ടാമത് ഹാഫിളാത്തുൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അള്ളാഹ് സംരക്ഷിച്ചത് ഗൈബിൽ, അദൃശ്യത്തിൽ, അബ്സെന്റിൽ ഇവള് കാത്തു സൂക്ഷിക്കണമെന്നാണ്. അത് പറയണത് ഭർത്താവിനെ അനുസരിക്കണം. അള്ളാഹിനെ അനുസരിക്കുന്നത് പോലെ തന്നെ ഭർത്താവിനെയും അനുസരിക്കണം. ഇവിടെ അടക്കി വാഴല്ല, മാന്യമായി ഭാര്യമാരോട് പെരുമാറണം, മാന്യമായ രീതി സ്വീകരിക്കണം, മാന്യന്മാര് മാത്രമേ മാന്യമായിട്ട് പെരുമാറുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ ഒരു കാര്യം പറയുമ്പോ അനുസരിക്കാൻ ആ സൗജത്ത് ഇണ തയ്യാറാകണം എന്താണ്. അതൊരു വലിയ കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. ഭർത്താവ് പറയാ, ഭാര്യ അനുസരിക്കുക. വേണ്ടാത്തൊന്നും പറയലാണ്. ഇപ്പം വിവരം മാറട്ടെ, എല്ലാതും പറയുമ്പോൾ അനുസരിക്കാന്നല്ല. മോശമായത് പറഞ്ഞാൽ അനുസരിക്കാൻ പാടില്ല. ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി എന്ന പ്രവാചകന്റെ വചനം. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരൊറ്റ സൃഷ്ടിക്കും അടിമപ്പെടാൻ പാടില്ല. ആർക്കും അടിമപ്പെടരുത്, എത്ര വലിയവരാണെങ്കിലും ശരി. അള്ളാഹ് പറയുന്നതിന് എതിര് പറഞ്ഞാൽ
ഇവനനുസരിക്കാൻ പാടില്ല. ഭർത്താവ് അള്ളാഹ്ക്ക് എതിര് കൽപ്പിച്ചാൽ ഭാര്യ ചെയ്യാൻ പാടില്ല. അള്ളാഹ്ക്കെതിരുള്ള ഒരു കാര്യം ഭർത്താവ് കൽപ്പിക്കാനും പാടില്ല. അപ്പൊ മാന്യമായ കാര്യങ്ങൾ കൽപ്പിച്ചാൽ അതനുസരിക്കപ്പെടേണ്ടവൾ തന്നെയാണ്. ആലോചിക്കൂ, യാ അയ്യുഹൽ മുസമ്മിൽ, ഖുർആൻ പറഞ്ഞു സമ്മിലൂനി ഖദീജ. അത് മാപ്പിളപ്പാട്ട് പാടാനുള്ളതല്ല, അത് ഗസല് പാടാനുള്ളതല്ല. കുട്ടികളൊക്കെ അങ്ങനെ പാടി നടക്കും, കൊട്ടിയിട്ടും മുട്ടിയിട്ടൊക്കെ പാടും. വലിയ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹിറാ ഗുഹയില് മലന്റെ പർവ്വതത്തിന്റെ ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് ഇരുന്നിട്ട് വഹ്യ് കിട്ടിയിട്ട് ബേജാറായി പേടിച്ചു വന്നത് ഖദീജ ബീവിയുടെ അടുത്തേക്കാണ്. എന്തേ പറഞ്ഞത്? സമ്മിലൂനി ഖദീജ, എനിക്കൊന്ന് പുതച്ചു തരണം. ഭർത്താവിന് ആവശ്യം അതാണ്. ഭർത്താവ് എന്തേ ചെയ്ത്? ഭാര്യ എന്തേ ചെയ്തത്? ഖദീജ ബീവി എന്ത് ചെയ്തത്? പുതച്ചു കൊടുത്തു. പുതച്ചു കൊടുത്തു. ചോദ്യം ചെയ്യാൻ നിന്നിട്ടില്ല, ഇന്റർവ്യൂ നടത്തിയിട്ടില്ല. എന്തേ നിങ്ങൾക്ക് പറ്റി, എവിടേക്ക് പോയി, നട്ടപ്പാതർക്ക് മലിന്റെ മുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ അനുസരണമാണ്. നമ്മളെ ഭാര്യമാര് ചെയ്യോ? നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ എന്തിനപ്പോ വെള്ളം, സാധാരണ അല്ലാത്തൊരു വെള്ളം കുടിയെന്നാലും ചോദിക്കുക. അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ അവിടെ ആവശ്യം എനിക്കൊരു പുതപ്പാണ്, പക്ഷെ ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഖദീജ ബീവി മരിക്കുന്നത് വരെ വേറൊരു കല്യാണം കഴിച്ചിട്ടില്ല നബി. അതാണ് ആ ബന്ധം. നമ്മളോ പല ആളുകൾ സ്വീപ്പായി നിൽക്കുക, പുറത്തു പറഞ്ഞില്ലെങ്കിൽ ഒന്ന് പോയി കിട്ടിയെങ്കിൽ എന്ന് ആലോചിച്ച് കുത്തിരിക്കും. നേരം പോകാൻ വേണ്ടി ടൂർ പോകുക, അങ്ങോട്ട് പോകുക, ഇങ്ങോട്ട് പോകുക, എങ്ങനെങ്കിലും കഴിച്ചിലായി കിട്ടണം. അല്ലെങ്കിൽ പീടിയെ പോലെ പോയിരിക്കുക. ഇവിടെ അടുത്ത് ചെല്ലാനേ തോന്നുന്നില്ല. എന്താ കാരണം? പറഞ്ഞതൊന്നും കേൾക്കൂല. അങ്ങനെ ആകാൻ പാടില്ല. അപ്പൊ പുതച്ചു കൊടുത്തു. അതാണ് അനുസരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചു പോയിട്ടും ഖദീജ ബീവിനെ കുറിച്ച് ഇടക്കിടക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആ മൂല്യന്മാരല്ല ആടിനർത്ത് കൊടുത്തിട്ട് മൗലൂദൂദ് എന്ന് പറഞ്ഞില്ല, മൗലൂദല്ല, ഇതാ സംഭവം. മരിച്ചു പോയാലും ആ ഭാര്യയെ കുറിച്ച് വല്ലാത്തൊരു താല്പര്യം മനസ്സിൽ. അതെന്താ? ആ ഒരു അനുസരണശീലമാണ്. അതാണ് ഹാഫിളാത്തുൽ ലിൽ ഗൈബ് ബിമാ ഹഫിളല്ലാഹ്. അള്ളാഹു സംരക്ഷിക്കാൻ പറയുന്നത് അത് വിശുദ്ധ സംരക്ഷിക്കും. ആലോചിക്കുക, ഒറ്റ ഹദീസ്. അയ്യുമംറഅത്തിൻ, ഏതൊരു പെണ്ണും സ്വല്ലത്ത് ഖംസഹ, 5 നേരം നിസ്കരിച്ചു, വസാമത്ത് ശഹ്റഹ, വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല. ആണുങ്ങൾക്ക് എന്തെല്ലാം ഉത്തരവാദിത്തം? ആണുങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? നോൽമ്പ് നോറ്റാൽ മതിയോ? ഇല്ല. കുട്ടികൾക്ക് അധ്വാനിക്കണ്ടേ, കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു കൊടുക്കണ്ടേ, അവരെ വിശപ്പ് മാറ്റണ്ടേ, ജോലിക്ക് പോണ്ടേ, എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കണം ഒരു പുരുഷൻ. അതാണ് നീതി എന്ന് പറയുന്നത്. അത്രയും തുടങ്ങറാണ്. അവൾക്ക് പ്രസവിക്കാണ്ട്, കുട്ടികളെ നോക്കാണ്ട്. അതോടൊപ്പം അയ്യുമംറഅത്തിൻ സ്വല്ലത്ത് ഖംസഹ, 5 നേരം നിസ്കരിച്ചു, വസാമത്ത് ശഹ്റഹ, അവരുടെ 1 മാസം നോമ്പും നോറ്റു, വഅതാഅത് സൗജഹ, മറ്റൊരു ഹഫിളത് ഫർജഹ, അത് പ്രധാനമാണ്. അവളുടെ ലൈംഗികാവയവം അവൾ സൂക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ ചാരിത്ര്യ സംരക്ഷണം നടത്തി. അനാവശ്യമായ നോട്ടമോ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ അവളിൽ ഉണ്ടായില്ല. വഅതാഅത് സൗജഹ, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ ദഖലത്തിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ ഏതൊരു പെണ്ണിനും സ്വർഗത്ത് പ്രവേശിക്കാൻ വളരെ എളുപ്പമാണ്. 4 കാര്യങ്ങളാണ്. കൃത്യമാണ്. ആണുങ്ങൾക്ക് അത്ര തന്നെ അല്ല, അത്ര ലളിതമായി പറഞ്ഞിട്ടില്ല. മറ്റൊരു ഹദീസിൽ കാണാം, സ്വർഗത്തിൽ 8 കവാടങ്ങളുണ്ട്. ഏത് കവാടമാണോ ഉദ്ദേശിക്കുന്നത് അതിലൂടെ ആ സ്ത്രീക്ക് പോകാം. അതാണ് അള്ളാഹ് പറഞ്ഞു, ഫസ്സാലിഹാതു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അപ്പൊ നല്ലൊരു പുരുഷനെ പറ്റി അള്ളാഹ് പറഞ്ഞു, നല്ലൊരു സ്ത്രീ ഖാനിതാത്തുൻ, അള്ളാഹ് പറഞ്ഞത് കേൾക്കുക, ഹാഫിളാത്തുൽ ലിൽ ഗൈബ്, ഭർത്താവിനെ, പ്രത്യേകിച്ച് ഭർത്താവിന്റെ അഭാവത്തിൽ, അവൻ പുറത്തു പോണവനാണ്, ജോലിക്ക് പോണവനാണ്, ഗൾഫ് പോയി അധ്വാനിക്കുന്നവനാണ്, കഷ്ടപ്പെടുന്നവനാണ്, അത് കണ്ടറിയണം. ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അള്ളാഹ് സംരക്ഷിക്കുന്നത് ഭർത്താവിനെ അഭാവത്തിലാണെങ്കിൽ പോലും സംരക്ഷിക്കും. അതാണ് ഹഫിളത്ത്. നല്ലൊരു പെണ്ണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ നളർത ഇലൈഹാ സർറതുക, അവളെ നോക്കിയാൽ തന്നെ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്ന. ഭാര്യന്റെ മുഖത്ത് നമുക്ക് മൊബൈലിൽ നിന്ന് കണ്ടെടുത്തിട്ട് നോക്കാൻ നേരമില്ലാഞ്ഞിട്ടാണ്. ഇടക്കൊക്കെ നോക്കണം ഭാര്യമാരൊക്കെ മുഖത്തേക്ക്, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോ ഇടക്ക് നോക്കിയാൽ തന്നെ ഒരു സന്തോഷം വേണം. നോക്കിയാൽ തന്നെ സന്തോഷം. ഇദാ നളർത ഇലൈഹാ സർറതുക വൈൻ അമർതഹ അതഅതുക, നീ ഒരു കാര്യം പറഞ്ഞാൽ അവൾ നിന്നെ അനുസരിക്കും. വൈൻ ഗിബ്ത അൻഹാ, നീ അവളിൽ നിന്ന് ദൂരെ പോയാൽ
വിദേശത്ത് പോയാൽ ഹഫിളത്ത് മാലക വനഫ്സഹ, നിന്റെ ധനത്തിനെയും അവളുടെ ശരീരത്തെയും അവൾ സംരക്ഷിക്കും. 2 ബാധ്യതയാണ് പെണ്ണിനുള്ളത്. നല്ല പെണ്ണങ്ങനെയാണ്. ഭർത്താവിന്റെ മുതല് അത് അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൂല, ശരിക്കും അറിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ അവളുടെ ചാരിത്രത്തെയും അവൾ സംരക്ഷിക്കും എന്നതാണ്. അതുകൊണ്ട് നല്ല ഭാര്യമാരാവാൻ നമ്മൾ ശ്രമിക്കുക. നല്ല സ്ത്രീകളാവി നമ്മൾ ഭർത്താക്കന്മാരനുസരിച്ച് പോയാൽ തന്നെ. അപ്പൊ പുരുഷൻ, വാപ്പ, ഉമ്മ, ഭർത്താവ്, ഭാര്യ ഇവരൊക്കെ അവരുടേതായ ഉത്തരവാദിത്വം പാലിച്ചുകൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോയാൽ അപ്പോഴാണ് ഒരു വണ്ടിയുടെ ചക്രം പോലെ എല്ലാവരും ഒരേപോലെ കറങ്ങിയിട്ട് ആ കുടുംബം എന്ന് പറയുന്ന സംവിധാനം മുന്നോട്ട് പോകുന്നത്. അതിന് നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. ബഹുമാന്യരെ, കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി മക്കളുടെ ഒരു കാര്യവും അതുപോലെ തന്നെ വളരെ അനിവാര്യമായ ഘട്ടത്തിൽ വരുന്ന ത്വലാഖ് സംബന്ധമായ കാര്യവുമാണ് സൂചിപ്പിക്കാനുള്ളത്. വഴിയെ ഇൻഷാ അല്ലാഹ് നമുക്ക് സൂചിപ്പിക്കാം. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കരിങ്ങനാട് സലഫിയ നമ്മൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്, എല്ലാവർക്കും അറിയാം. അതിന് ഒരു കലണ്ടർ കുട്ടികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പരസ്യത്തിന് വേണ്ടിയാണ്. കലണ്ടറിന് കാശൊന്നുമില്ല. കുട്ടികളുടെ അടുത്തൊരു ബക്കറ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും കലണ്ടർ കൊണ്ടുപോകണം. തികഞ്ഞില്ലെങ്കിൽ ആവശ്യപ്പെട്ട ഇനിയും കൊണ്ടുവന്നതിനും കുറഞ്ഞ കോപ്പികളെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംഭാവന നിങ്ങൾ ആ ബക്കറ്റിലിടുക, കലണ്ടർ എടുക്കുക. സംഭാവന ഇല്ലെങ്കിലും കലണ്ടർ എടുക്കാവുന്നതാണ് എന്നറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ولا تجعله ملتبسا علينا فنضل واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.